കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏതായാലും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മളായിട്ട് ഇടം കൊടുക്കാൻ പാടില്ല. ഈ എക്സ്പ്ലോയിറ്റേഷൻ അവസാനിപ്പിച്ചേ പറ്റൂ. അൺനോൺ നമ്പറിൽ നിന്നാ. അയാള് തന്നെയാണെന്നാ തോന്നുന്നത്. മാഡം എടുക്ക്. എന്താ പറയുന്നെന്ന് കേൾക്കാലോ. ആവശ്യം പഴയതുപോലെ ക്യാഷ് ആണെങ്കിൽ സമ്മതിച്ചേക്ക്. ഹലോ ഹലോ ശ്രീലക്ഷ്മി. അതെ, ശ്രീലക്ഷ്മിയാണ്. സോറി, ഞാൻ പിന്നെയും ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കരുതരുത്. ഇതെന്റെ ലാസ്റ്റ് കോളാണ്. ഒരു വെരി ലാസ്റ്റ് സെറ്റിൽമെന്റിന് ഞാൻ റെഡിയാണ്. ശ്രീലക്ഷ്മിയുടെ മരണം വരെയുള്ള ആ സുഗമമായ ജീവിതത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന വില 1 കോടി രൂപയാണ്. സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഇടപാട് ഇന്ന് തന്നെ അവസാനിപ്പിക്കാം. എന്ത് പറയുന്നു? സമ്മതമാണ്. വെരി ഗുഡ്. സ്ഥലവും സമയവും ഞാൻ വിളിച്ചറിയിക്കാം. ശരി. 1 കോടി ലാസ്റ്റ് സെറ്റിൽമെന്റ്. നമുക്ക് ഇന്ന് തന്നെ അത് സെറ്റിൽ ചെയ്ത് കളയാം. 1 മിനിറ്റ്. ഹലോ, അയ്യോ ഈശ്വരാ, അരി ഇപ്പൊ വെന്ത് കുഴഞ്ഞു കാണുമല്ലോ. ഇനി ഇത് മതി അങ്ങനെ ആഹാരം വേണ്ടെന്ന് വെക്കാൻ. അല്ലെങ്കിൽ എന്തു പറയാനാ, ഒരു തുള്ളി വെള്ളം എടുക്കാൻ കിണറ്റിങ്കര ചെന്നാലേ പെണ്ണുങ്ങളെ മാറി തരത്തില്ലല്ലോ. ഇന്നലെ കണ്ട സീരിയലിന്റെയും മിനിഞ്ഞാന്ന് വാങ്ങിയ സാരിയുടെ കുറ്റവും കുറവും പറഞ്ഞ് തൂണ് പോലെ അങ്ങ് നിൽക്കും. 1 ഇഞ്ച് അങ്ങോട്ട് മാറി തരുമോ? ഇവിടെ പരി വെന്താലെന്ത് വെന്തില്ലെങ്കിൽ എന്ത്, അവനവന്റെ കാര്യം അത്ര തന്നെ. എന്റെ കരിക്കോത്തിയമ്മേ, നീ ഇതപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. അമ്മ ഇത് ആരെയാ ശകാരിക്കുന്നേ? ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട, എന്നും ഉള്ളതല്ലേ. നിനക്കെന്തോ ഒരു മാറ്റം പോലെ. മുഖത്ത് രക്തപ്രസാദം ഒട്ടുമില്ലല്ലോ. എന്താടി ഇങ്ങനെ വിളറിയിരിക്കുന്നേ? ഓ, അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ബാംഗ്ലൂരേക്കുള്ള രാത്രി യാത്രയും തിരിച്ചു വരവും ഉറക്കമില്ലായ്മയും ആകെ ഒരു ബഹളമായിരുന്നു. അതിന്റെയൊക്കെ ക്ഷീണം കാണും, അത്ര തന്നെ. അമ്മ ഒരല്പം ചായക്ക് വെള്ളം വെക്ക്. കുറച്ചു ദിവസമായില്ലേ അമ്മയുടെ കൈ കൊണ്ട് ചായ കുടിച്ചിട്ട്. ഇനിയും വല്ല നാടുകടത്തലും ഉണ്ടായാൽ നിങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ആർക്കറിയാം. ഒരു മിനിറ്റ് അമ്മേ, സാന്ദ്രയാ. സാന്ദ്ര? ഇല്ല, ഞാനെന്താ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാ. ചെക്ക് ലീഫ് എന്റെ ഡ്രോയറിൽ കാണുമല്ലോ, അത് വെച്ച് എന്താ പരിപാടി? ദേ, സൂക്ഷിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ. പണം പോകുന്നതല്ല എന്റെ പ്രശ്നം, കുടുംബം തകരുന്നതാ.
ഓക്കെ ശരി. ചായ കുടിക്ക. കഴിക്കാൻ ഇതേ ഉള്ളൂ. കുറച്ചു നേരം ഇരുന്നാലേ അവല് നനച്ചെടുക്കാം. നിനക്ക് വലിയ ഇഷ്ടല്ലേ? ഏയ് ഒന്നും വേണ്ടമ്മേ, ഇത് തന്നെ ധാരാളം. അല്ല, അച്ഛനൊന്ന് നേരത്തെ പോയോ? ഞാൻ വിചാരിച്ചത് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുന്ന. ആ, ഇന്നെന്തോ സ്റ്റോക്ക് വരുന്നു എന്ന് പറഞ്ഞേ നേരത്തെ പോയി. നീ ചായ കുടിക്ക. അതെ, അമ്മ ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയോ? എന്താ അമ്മേ? അവിടെ വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതോ മോള് സാറുമായിട്ട് പിണങ്ങിയോ? ഒരു പ്രശ്നമില്ലെന്ന് മാത്രം നീ കള്ളം പറയരുത്. ഏയ് എന്ത് പ്രശ്നം? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കും. നിന്റെ ഇരട്ട വയസ്സുണ്ട് എനിക്ക്, ജീവിതാനുഭവം. ഇനിയൊരു നാടുകടത്തലുണ്ടായാൽ ഞങ്ങളെ കാണാൻ പറ്റില്ല എന്ന് സ്വയം അറിയാതെ നിന്റെ നാവിൽ നിന്നൊരു വാക്ക് വീണു. അത് മതി ഈ അമ്മയുടെ ഉള്ളു പൊള്ളാൻ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ വരുന്നതിന് മുമ്പ് നീ എന്നോട് പറയ്. അങ്ങേരെ കൂടി ഇനി വിഷമിപ്പിക്കണ്ട. നീ ബാംഗ്ലൂര് പോകാതെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ രവിസാറിന് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത കൊണ്ടാന്നാ നിന്റെ അച്ഛൻ പറഞ്ഞത്. ആ വിശ്വാസം നമ്മളായിട്ട് ഇനി തെറ്റിക്കണ്ട. നീ കാര്യം പറയ്. എന്താ നിനക്ക് ആ വീട്ടിൽ ഇപ്പൊ ഒരു പ്രശ്നം? ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഈ അമ്മ വെറുതെ. വെറുതെ അല്ല, സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനെന്നും കുടുംബം തകരരുതെന്നും നീ ഇപ്പൊ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടല്ലോ. അതെന്തിനായിരുന്നു? അതെന്താ ഇത്ര വലിയ കുടുംബം തകർക്കുന്ന പ്രശ്നം? ഷെടാ, ഇത് വലിയ പാടായല്ലോ. എന്റെ അമ്മേ, ഞാനത് സാന്ദ്രയോട് നമ്മുടെ ഓഫീസിലൊരു സ്റ്റാഫിന്റെ കാര്യം. ഹലോ, ഇല്ല, ഓൺ ദ വേയാ, ഉടനെത്തും. ശരി, ഒരു അരമണിക്കൂർ. ഓക്കെ, വന്നാ മതി, നേരിട്ട് കാണാം. ആ, അപ്പം അമ്മ പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. ഓഫീസിൽ എന്നെ കാണാൻ 1-2 ക്ലയൻസ് വരും. ഞാൻ അച്ഛനോടൊപ്പം പിന്നീട് വരാം. നിനക്ക് തീർച്ചയാണോ ഒരു കുഴപ്പമില്ലാന്ന്? ഒരു കുഴപ്പമില്ല. അമ്മ അമ്മയുടെ പാട് നോക്കാൻ നോക്കിയേ, വെറുതെ. ഈശ്വര, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇനിയൊരു നാടുകടത്തലെന്നൊക്കെ പറഞ്ഞാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ കരിക്കൂത്തിയമ്മേ. പറഞ്ഞ സ്ഥലത്ത് തന്നെ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവളെ ഇവിടുന്ന് കാണുന്ന ലക്ഷണമില്ലല്ലോ. മുമ്പത്തെ പോലെ ആ മൊട്ടത്തലയും തന്നെയായിരിക്കോ കാശും കൊണ്ട് വന്നിരിക്കുന്നേ.
ആരായാലും എന്താ, നമുക്ക് ഇതും എടുത്ത് ഉടൻ സ്ഥലം കാലിയാക്കണം, അത്ര തന്നെ. നിങ്ങൾ വാ. വാ. ഇതെന്തോന്ന്? 000 രൂപയുടെ ചെക്കോ? അതെ, ഏറ്റവും ഇടതുവശത്ത് ഒരു 9 എഴുതാൻ വിട്ടുപോയതാ. നീയോ? നീ എങ്ങനെ എവിടെ വന്നേ? വെറുതെ കാഴ്ച കാണാൻ. നിങ്ങൾ അമ്മയും മോളും ഭൂലോക ഫ്രോഡുകളാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ സ്വന്തം കുടുംബത്തെ തന്നെ കുളം തോണ്ടുന്ന തരത്തില് ഇത്രയും അധപതിച്ച കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ആ, നമ്മളായിരുന്നല്ലേ ശ്രീലക്ഷ്മിക്ക് വരുന്ന അജ്ഞാത ഫോൺ കോളിലെ പുരുഷ സാന്നിധ്യം. കൊള്ളാം. ജയിൽ ഉദ്യോഗസ്ഥന് തന്നെ ജയിൽ ശാപ്പാടടിക്കാൻ സമയമായി എന്നർത്ഥം. നിർത്തടി നിന്റെ മൈതാന പ്രസംഗം. നീ എന്താ കരുതിയിരിക്കുന്നേ? വലിയ എന്തോ സംഭവം കണ്ടുപിടിച്ചെന്നോ? ദേ നോക്ക്, ഇതിന് പിന്നെ ഞങ്ങളാണെന്ന് ആരെങ്കിലും അറിഞ്ഞ നിന്നെ പറഞ്ഞു വിട്ട ശ്രീലക്ഷ്മി തന്നെയായിരിക്കും അനുഭവിക്കുന്നത്. ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുറെ നാളായി നിന്റെ ഈ ഓവർ സ്മാർട്ട് കളി തുടങ്ങിയിട്ട്. അതൊക്കെ നീ തന്നെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. എനിക്കറിയാം നിന്റെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന്. അത് തീർക്കേണ്ടതേ ഞങ്ങളോടല്ല, നിനക്ക് പകരമായി കയറി വന്ന ആ ശ്രീലക്ഷ്മിയോടാ. ഇവളോടൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല മോളെ. അല്ലെങ്കിൽ തന്നെ എന്തിനാ സംസാരം? നമ്മളെ പറഞ്ഞു പറ്റിച്ച അവളില്ലേ, ആ വേഷം കെട്ടുകാരി കൺമണി. അവളെ വേണം നമ്മൾ ആരാണെന്ന് എന്താണെന്നും അറിയിക്കാൻ. വർമ്മൻ വില്ലയിൽ നിന്ന് ഇന്ന് തന്നെ അവളെ അടിച്ചു പുറത്താക്കുന്നത് കാണാൻ നീയും ഉണ്ടാവണം അവിടെ. വേണമെങ്കിൽ ആ മൊട്ടത്തലേനെയും കൂടി വിളിച്ചോ. അതിനുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ആ മൊട്ടത്തലയൻ ഇവിടെ തന്നെ ഉണ്ടേ.
ഇതിനൊക്കെ പിന്നിൽ നിങ്ങളാണോ എന്ന് ശ്രീലക്ഷ്മി മാഡം സാന്ദ്ര മാഡത്തിനോടൊരു സംശയം പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ ആദ്യമൊന്നും വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷേ വർമ്മൻ ബില്ലയുടെ ഗ്രഹനാഥയുടെ സ്ഥാനത്തേക്ക് തന്റെ മകളെ കൈപിടിച്ചു കയറ്റാൻ ഒരമ്മ ഏതറ്റം വരെയും പോകുമെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അതേടോ, എന്റെ മകളെ സാക്ഷാൽ ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് കുടിയിരുത്തിയിട്ടെ ഈ രാജലക്ഷ്മി കളം വിടും. അതിന് രാജാറാമും സാന്ദ്രയും എന്നല്ല, ആരെതിര് നിന്നാലും കടയോടെ വെട്ടി മാറ്റി ഞാൻ. സോറി. വർമ്മൻ കുടുംബത്തിനോടും അവിടെയുള്ളവരോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ആ കുടുംബത്തെ ആര് ദ്രോഹിച്ചാലും ചോദിക്കാനുള്ള അവകാശവും. നിങ്ങൾ 3 പേരും കൂടി ശ്രീലക്ഷ്മി മാഡത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തെളിവുകൾ ദാ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ വർമ്മൻ സാറിനെ കാണിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന ഉശിരൊക്കെ അപ്പോഴും കാണണം, അമ്മയ്ക്കും മോൾക്കും. ഇയാളുടെ ഫോൺ സംഭാഷണം അടക്കം ഇപ്പൊ ഇവിടെ നടന്നതുൾപ്പെടെ എല്ലാവരെയും കാണിക്കാൻ പോവാ ഞങ്ങള്. ജയിൽ DGPക്ക് നേരിട്ടാ കംപ്ലൈന്റ് കൊടുക്കുന്നത്. വാ രാജാറാം സർ, ഇവിടെ നിന്നിനി സമയം വേസ്റ്റ് ആക്കണ്ട. നമുക്ക് വേണ്ടതുപോലെ ചെയ്തു കളയാം. ഒരു നിമിഷം. നീ എന്താടി ചെയ്യാൻ പോന്നെ? അമ്മയൊന്നും മിണ്ടാതിരിക്കെ. കൈവിട്ടാ വാദി പ്രതിയാവും. നമ്മൾ അകത്താ. അതെ, കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാ. മാഡം രക്ഷിക്കണം. ഇത് കോംപ്രമൈസ് ആക്കിയേ പറ്റൂ. ഈ വീഡിയോ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്. That sounds good. ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യില്ല. പകരം നിങ്ങളും ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പാടില്ല. ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്താ, ഡീൽ ഉറപ്പിക്കാമോ നമുക്ക്? ഏയ്, അതൊന്നും പറ്റില്ല. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് എത്ര കാശ് കൊടുത്തിട്ടാണെന്നോ ആ രാഗസൂത പോലും അറിയാതെ ഈ വീഡിയോ സംഘടിപ്പിച്ചത്. അത് ഞങ്ങൾ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട 1 കോടി തരണം. തന്നേ പറ്റൂ. ഞാൻ തന്നാലോ? 1 കോടി രൂപയല്ല, 1 കോടി മുണ്ടും ഒരു ചുവന്ന പട്ടും നിങ്ങളെ പുതപ്പിച്ച് കിടത്താൻ. രേഖ മാഡം, ഇത് ലൈസൻസുള്ള തോക്ക. എനിക്കോ എന്റെ വീട്ടുകാർക്കോ നിങ്ങളുടെ ഇടപാടിന്റെ പേരിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഇത് പൊട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ എന്റെ സ്വന്തം തലയ്ക്ക് നേരെ. നിങ്ങളായിട്ട് അതിന് ഇടവരുത്തരുത്. ഇതിനെയാണ് പണ്ടുള്ളവർ പാളയത്തിൽ പട എന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ തലയ്ക്കകത്ത് അല്പം ആള് താമസമുള്ളത് രേഖാ മാഡത്തിനാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് മാഡം തന്നെ ഒരു തീരുമാനം പറ. ഞങ്ങളിത് എന്ത് ചെയ്യണം? ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറാ. 2 വീഡിയോയും നമുക്ക് മരവിപ്പിക്കാം. പ്ലീസ് ഡോണ്ട് ഗോ ടു പോലീസ്. സമ്മതം. പക്ഷേ ഈ കോംപ്രമൈസിന് ഒരു കണ്ടീഷൻ കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അതും കൂടി രേഖാ മാഡം സമ്മതിച്ചാലേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറൂ. എന്ത് കണ്ടീഷൻ?
മാഡത്തിന്റെ ഈ അമ്മയുടെ വരവിന് ശേഷമാണ് മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയതെന്നാ ശ്രീലക്ഷ്മി ഞങ്ങളോട് പറഞ്ഞത്. അതിനി അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല. രഘുവർമ്മൻ സാറിനെ സ്വന്തം ജീവനെ പോലെ കരുതുന്ന രവിവർമ്മൻ സാറിന്റെ അനിയത്തിക്കുട്ടിയെ വർമ്മൻ ഫാമിലിക്ക് മടക്കി വേണം. വേണ്ടാത്തത് ഈ രാജലക്ഷ്മിയാ. അതെ, ഈ സ്ത്രീ ഇനി വർമ്മൻ ഫാമിലിയിൽ കാലുകുത്താൻ പാടില്ല. എന്താ സമ്മതമാണോ രേഖ മാഡത്തിന്?